മൊബീസ് ക്രിയേഷനിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് SIR ഫോമിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെ പറ്റിയാണ്. മുകളിലുള്ള ഭാഗത്താണ് നമ്മുടെ പേരും മറ്റു ഡീറ്റെയിൽസും കൊടുക്കുന്നത്. താഴെ ജനനത്തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ പറയുകയാണെങ്കിൽ തിരിച്ചറിയൽ കാർഡിലെ നമ്പറാണ്. അത് പുതിയ ഇപ്പോൾ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ തിരിച്ചറിയൽ കാർഡിലെ നമ്പർ, ഏതായാലും പിതാവിൻ്റെ ആയാലും മാതാവിൻ്റെ ആയാലും ഇപ്പോൾ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ വേണം എഴുതാൻ. പങ്കാളിയുടെ പേര്, പങ്കാളിയുടെ എപ്പിക് നമ്പർ. അപ്പോൾ ഈ ഭാഗം എല്ലാവരും പൂരിപ്പിക്കണം. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. ഇനി 2002 താഴെ കൊടുത്തിട്ടുള്ളത് 2002 വോട്ട് ചെയ്തവർ. ഇതിലത്തെ വ്യക്തി 2002 വോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി 2002 വോട്ട് ചെയ്തിക്കണ്, ഇതിൻ്റെ പിതാവ് വോട്ട് ചെയ്തിക്കണ്. അപ്പോൾ അവരെ പറ്റിയിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് എഴുതണം. 2002 വോട്ട് ചെയ്യാത്തവർ ചെയ്ത ബന്ധുവിൻ്റെ പേര് എഴുതണം. അപ്പോൾ ഇതിൻ്റെ പിതാവിൻ്റെ പേര് അസീസ്, ചെയ്ത രക്തബന്ധത്തിലുള്ള ആരെ പേരുമാണെങ്കിലും എഴുതാം. പിതാവിൻ്റെ പേര് അസീസ്. പിന്നെ എപ്പിക് നമ്പർ, തിരിച്ചറിയൽ കാർഡിലെ നമ്പർ. ഒന്നല്ലെങ്കിൽ പഴയ തിരിച്ചറിയൽ കാർഡും ഉണ്ട്, ഇപ്പോൾ പുതുക്കിയവരും ഉണ്ടാവും. പഴയ തിരിച്ചറിയൽ കാർഡിലെ നമ്പർ വേണം ഇവിടെ എഴുതാൻ. ഇപ്പോൾ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡിലെ നമ്പർ ഒരിക്കലും ഇവിടെ എഴുതരുത്. എൻ്റെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് പറയണത്. ഇവിടെ എഴുതരുത്. ഇവിടെ പുതിയ തിരിച്ചറിയൽ കാർഡിലെ നമ്പർ എഴുതരുത്. പഴയ തിരിച്ചറിയൽ കാർഡിലെ നമ്പർ വോട്ട് ലിസ്റ്റിൽ 2002 വോട്ട് ലിസ്റ്റിൽ ഉണ്ടാവും. എപ്പിക് നമ്പർ, തിരിച്ചറിയൽ കാർഡിലെ നമ്പർ ഉണ്ടാവും. അത് വേണം എഴുതാൻ. ആ വോട്ട് ലിസ്റ്റിൽ ചിലവർക്ക് പഴയ തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഇപ്പോഴത്തെ തിരിച്ചറിയൽ കാർഡിലെ നമ്പറും രണ്ടും സെയിം ആയിക്കാരം. അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം എഴുതാൻ. 2002 വോട്ട് ലിസ്റ്റിൽ പോയിട്ട് ആ നമ്പറും ഇപ്പോൾ കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡിലെ നമ്പറും ഒന്നാണെന്ന് നോക്കിയിട്ട് വേണം ഇവിടെ എപ്പിക് നമ്പർ പൂരിപ്പിക്കാൻ. ലഭ്യമാണെങ്കിൽ മതി, അവിടെ ഉറപ്പിച്ചിട്ട് പറഞ്ഞിട്ടില്ല, കിട്ടിയെങ്കിൽ മതി, ഇല്ലെങ്കിൽ അവിടെ എഴുതണ്ട. പിന്നെ ബന്ധുവിൻ്റെ പേരാണ്. ഇപ്പോൾ ഈ അസീസ് എന്ന് പറയുന്ന ആളെ ബന്ധുവിൻ്റെ പേരിൻ്റെ നേരെ എന്താണോ എഴുതിയിരിക്കുന്നത് ആ പേര് എഴുതുക. ഇത് പിതാവിൻ്റെ, ഈ അസീസിൻ്റെ പിതാവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ പേര് എന്താ വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ എന്താണെന്ന് എഴുതുക. അടുത്തത് എന്താണ് ബന്ധം, ഇവർ തമ്മിലുള്ള ബന്ധം അവിടെ എഴുതിയിട്ടുണ്ടാവും. 2002 ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും. ആ ബന്ധം എന്താ വെച്ചാൽ അത് എടുത്ത് എഴുതുക. പിന്നെ ജില്ല, സംസ്ഥാനത്തിൻ്റെ പേര്, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര്, ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ അത് പൂരിപ്പിക്കുക. പിന്നെ താഴെയുള്ള നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, ഇതാണ് നമ്മൾ ഒന്നിട്ട് തിരിപ്പിക്കണത്, പെട്ടെന്ന് മനസ്സിലാവാത്തത്. അപ്പോൾ അതിന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 2002 വോട്ടർ പട്ടികയിലെ AC കോഡാണ് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ. പാർട്ട് കോഡാണ് ഭാഗം നമ്പർ. SL നമ്പറിൻ പാർട്ടാണ് ക്രമ നമ്പർ. ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ശ്രദ്ധിക്കണം. ഈ 2002 വോട്ടർ പട്ടികയിലുള്ള ഫസ്റ്റത്തെ 3 കോളം, അതാണ് ഈ 3 പിന്നെ താഴെ പേര് പലരും പല പോലെ പറയുന്നുണ്ട്. പേരും എഴുതി ഒപ്പിടും ചെയ്യുക, ജസ്റ്റ് ഒപ്പിടുകയും ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഇതാക്കാനൊന്നുമില്ല. അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോണ മനുഷ്യ സഹജമാണ്. തെറ്റിയാലും ജസ്റ്റ് ഒരു വര ഇട്ടാൽ മതി, പേടിക്കാനൊന്നുമില്ല.